2022 എൻ്റെ കഴിഞ്ഞ വിവാഹം നടന്നത്. എത്രമാത്രം ക്രൂരമായ പ്രവർത്തികളാണ് അഷ്കർ ചെയ്തിട്ടുള്ളത്. ഈ കുട്ടിയോട് ദേഹോപദ്രവവും ശാരീരികോപദ്രവവും അടക്കം നിരവധി പീഡനങ്ങൾ സഹിച്ച് അവസാനം വീൽ ചെയറിൽ ജീവിതം. ഈ ആമിന ഇതെല്ലാം ഊരിക്കൊടുത്ത് ഇവിടെ നിൽക്കവേ തന്നെ ഈ കാതിൽ കിടന്നതും കഴുത്തിൽ കിടന്നതും. നെടുമങ്ങാട് അതിക്രൂരമായി കൊല്ലപ്പെട്ട 1.5 വയസ്സുകാരൻ്റെ മരണത്തിൻ്റെ ആ ഒരു ഓർമ്മ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം നിറഞ്ഞു നിൽക്കുന്നത്. ഓരോ ദിവസവും ആ ഓർമ്മകളിൽ കഴിയുമ്പോഴും ഇന്നും അഷ്കർ എന്ന പ്രതിയുടെ കയ്യിൽ നിന്നും എന്തോ ഒരു ഭാഗ്യം കൊണ്ട്, ഒരു പക്ഷേ മുൻജന്മങ്ങൾ ചെയ്തൊരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടൊരു പെൺകുട്ടിയുണ്ട്, ആമിന. ആമിന ഇന്നും ജീവനോടെ ഇവിടെ ഇരിക്കുമ്പോഴും ആമിനയുടെ കുടുംബവും ആമിനയുടെ വീട്ടുകാരും ഒക്കെ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ് അന്ന് അഷ്കറുമായി ജീവിക്കുന്ന സമയത്ത് ആമിനയ്ക്ക് സംഭവിച്ചത്? ആമിനയാണ് ഇപ്പോൾ എന്നോടുള്ളത്. ഒരുപാട് ദുരിതങ്ങൾ താണ്ടി ഒരു പക്ഷേ ഇന്ന് ഈ ജീവനോടെ ഒരു ശരീരം മാത്രമായിട്ടിരിക്കുന്ന ആമിനെ ഇവിടെ കാണുമ്പോഴാണ് അങ്ങേയറ്റം വിഷമം തോന്നുന്നത്. കാരണം ഒരു 1.5 വയസ്സുകാരനായിട്ടുള്ള പിഞ്ചു കുഞ്ഞിന് ഒന്നും പറയാതെ വേദന മുഴുവൻ സഹിച്ച് ഇവിടെ നിന്ന് പോകുമ്പോഴും ആമിനയ്ക്ക് പറയാനുണ്ട് ചിലതൊക്കെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആമിന തിരുവനന്തപുരത്തെ ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററിലായിരുന്നു. ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ആമിന ഏത് സാഹചര്യത്തിലാണ് ഇതുപോലെ ഒരാളുടെ അടുത്ത് ചെന്ന് പെട്ടത്? 2022 എൻ്റെ കഴിഞ്ഞ വിവാഹം നടന്നത്. അന്ന് അവന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. വിവാഹം കഴിയുന്ന ദിവസം കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിറ്റേ ദിവസം വന്നാൽ അവനും അവൻ്റെ അനിയത്തെ അഫ്സലുമായി സിമി ബലസർപ്പിക്കും. അവനും എന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ ഉപദ്രവിക്കാൻ തുടങ്ങിയതല്ലേ? ഉപദ്രവിക്കാൻ തുടങ്ങി. അമിനയുടെ ശാരീരിക ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ അമിനയോട് ഒരുപാട് സംസാരിക്കുന്നില്ല. കാരണം അമിന ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഈ അഷ്കറുമായിട്ട് ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ആദ്യം ഒന്നും കുഴപ്പമില്ലായിരുന്നു, പിന്നീടാണ് ഉപദ്രവങ്ങൾ തുടങ്ങുന്നത്. കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് തൊട്ടാണ് തുടങ്ങിയതെന്നല്ലേ മോള് പറഞ്ഞത്. അപ്പോഴ് ഇവരെ ലക്ഷ്യം എന്ന് പറയുന്ന മോളല്ല, അവന് പണവും സ്വർണവും ഈ വസ്തുവുമായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ അത് കിട്ടൂലെന്ന് കണ്ടപ്പോഴത്തേക്കും കൊച്ചിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അതിനു മുമ്പേ തന്നെ ഞാൻ ഈ എൻ്റെ വീടും പെരേടവും പൂവണയ ബാങ്കിൽ ലോൺ വെച്ച് 3 ലക്ഷം രൂപ എടുത്ത് ഈ മോളെ കല്യാണം നടത്തി കൊടുക്കാമെന്നും പറഞ്ഞ് 3 ലക്ഷം രൂപ എടുത്തെങ്കിലും പൈസകൾ ചിലവായി പോകുമെന്നുള്ള രീതിയിൽ ഞാൻ 5 പവൻ്റെ ഉരുപ്പടിയും 50,000 രൂപയും അവന് കൊടുത്തു. അപ്പോൾ ഈ ഉരുപ്പടി ഈ കുട്ടി ഇറങ്ങിപ്പോയതിന് ശേഷമാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം ഇവിടെ വാങ്ങിച്ച് വെച്ചിരുന്ന് അവൾ ഒരു പൊട്ടുപോലും കൊണ്ടുപോയിട്ടില്ല. ഞാൻ ഈ അലമാരിയിൽ 50,000 രൂപയും വെച്ചിരുന്നു കല്യാണ ആവശ്യത്തിന്. അതൊന്നും എൻ്റെ മോള് കൊണ്ടുപോയിട്ടില്ല. അവൾ നിന്ന വേഷത്തിലാണ് ഇറങ്ങിപ്പോയതെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഞാൻ കാണുന്നില്ലല്ലോ, അവൾ ഇവിടെ വീട്ടിലിരുന്ന ആ വേഷത്തിലാണ് ഇറങ്ങിപ്പോയിട്ടുള്ളത്. അപ്പോൾ ഈ 50,000 രൂപയും ഈ 5 പവൻ്റെ ഉരുപ്പടിയും പിന്നീട് നിക്കാഹ് കഴിഞ്ഞ് എൻ്റെ പിറ്റേന്ന് ആമിനായെ വിളിച്ച്, അപ്പം ഞങ്ങൾ കാല് പിടിക്കുന്നത് പോലെയാണ് ഈ ആമിനായെ ഞങ്ങൾ വിളിച്ചത്. ആമിന വരൂലായിരുന്നു. അപ്പം നിനക്ക് ഞാൻ ഉരുപ്പടി വാങ്ങിച്ചത് നിനക്ക് തന്നെ തരാം മോളെ എന്ന് വാപ്പ പറഞ്ഞു. ഞാൻ തിരിച്ചു കൊണ്ട് കൊടുക്കാമെന്ന് കരുതിയതാണ്, ജുവലറിയിൽ കട തീർക്കാമെന്നും പറഞ്ഞു. അപ്പോൾ വാപ്പ തന്നെ പറഞ്ഞ് മോക്ക് വാങ്ങിച്ച സ്വർണ്ണമല്ലേ, നമുക്ക് അവൾക്ക് തന്നെ കൊടുക്കാമെന്നും പറഞ്ഞ് അവൾക്ക് ആ ഉരുപ്പടി കൊണ്ടുവന്ന് കൊടുത്ത്. അന്ന് രാത്രിയിൽ അവൾ ആ ഉരുപ്പടി ഞാൻ എല്ലാം ഇട്ട്, ഞാൻ 5 പവൻ വാങ്ങിച്ചു വെച്ച മാല, നെക്ലസ്, വലിയ കമ്മൽ, മോതിരം, ഇത് വള, ഇതെല്ലാം അഷ്കർ പിന്നീട് സ്വന്തമാക്കി. അന്ന് ആ രാത്രിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ പിറ്റേ ദിവസം ഇവിടെ ഒരാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിളിച്ചോണ്ട് വന്ന് ഇതെല്ലാം സംഭവിച്ചെങ്കിലും ഇവരെ വിളിച്ചോണ്ട് വന്ന് നിർബന്ധിച്ചാണ് വിളിച്ചോണ്ട് വന്ന ഈ ഉരുപ്പടി കൊടുക്കാമെന്നും പറഞ്ഞു, അല്ലെങ്കിൽ വരൂല ആമിന. അങ്ങനെ കൊണ്ടുവന്ന് ഒരാഴ്ച ഇവിടെ ഉണ്ടായിരുന്നിട്ടും പിറ്റേന്ന് ഈ ആമിന
ഇതെല്ലാം ഊരിക്കൊടുത്ത് ഇവിടെ നിൽക്കവേ തന്നെ ഈ കാതിൽ കിടന്നതും കഴുത്തിൽ കിടന്നതും വളയും ഈ മോതിരവും എല്ലാം ഇവരെ ഊരിക്കൊടുത്ത് അത്രത്തോളം ഈ കൊച്ചു പീഡനം സഹിക്കുന്നത് കൊണ്ടാണ് അത് ആ ഉരുപ്പടി വാങ്ങിക്കാൻ വേണ്ടിയായിട്ടാണ് ഇവരിവിടെ വന്നത് തന്നെ. ഇവരെ നിക്കാഹ് കഴിഞ്ഞതിൻ്റെ അന്ന് ഇവരവിടെ കല്യാണ ലെറ്റർ അടിച്ച് പനവൂര് എല്ലാവരെയും കല്യാണം വിളിച്ചത് ഉമ്മായും പാപ്പായും മരിച്ചു പോയി ഒരു യത്തീം കൊച്ചിനെയാണ് ഞാൻ നിക്കാഹ് നടത്തുന്നത്. അന്ന് ആ അഷ്കറിൻ്റെ ഉമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ വീട്ടിലല്ല ഇവർ രാത്രിയിൽ കിടന്നുറങ്ങിയ നിക്കാഹ് കഴിഞ്ഞതിൻ്റെ അന്ന്. അവരുടെ ചേട്ടത്തിയുടെ വീട്ടിലാണ് അവർ വിളിച്ചോണ്ട് പോയത്. തുടക്കം മുതൽ അടിമുടി ദുരൂഹത തന്നെ. ആമിന പോലീസിനെ വരെ വിളിച്ചെന്ന് പറഞ്ഞ് ഈ കല്യാണം നിക്കാഹ് കഴിഞ്ഞതിൻ്റെ അന്ന് രാത്രി ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് അത്രയ്ക്ക് അവിടെ പ്രശ്നമായിരുന്നു. തുടക്കം മുതലേ ആമിനയുടെ ജീവിതത്തിൽ ഒരു കല്ലുകടി മണത്തിട്ടുണ്ടായിരുന്നു. കാരണം അഷ്കർ എന്ന് പറയുന്ന വ്യക്തി അത്രയും ക്രൂരമായ രീതിയിൽ മാനസികമായിട്ട് ഈ കുട്ടിയെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത് ഈ വീട്ടിൽ നിന്നുമാണ് വിളിച്ചിറക്കിക്കൊണ്ടുപോയത്. എന്നിട്ടാണ് ഈ രീതിയിൽ തിരിച്ച് ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എത്രമാത്രം ക്രൂരമായ പ്രവർത്തികളാണ് അഷ്കർ ചെയ്തിട്ടുള്ളത് ഈ കുട്ടിയോട്. ദേഹോപദ്രവവും ശാരീരിക ഉപദ്രവവും അടക്കം നിരവധി പീഡനങ്ങൾ സഹിച്ച് അവസാനം വീൽ ചെയറിൽ ജീവിതം ഹോമിക്കേണ്ടി വന്നൊരു പെൺകുട്ടിയാണ് ആമിന. അതേ അവസ്ഥയിൽ തന്നെയാണ് ഒരു വാക്ക് പോലും പറയാനറിയാത്ത ഒരു പിഞ്ചു കുഞ്ഞിന് പോലും സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കൊടൂര കൃത്യം നിർവഹിച്ച അഷ്കർ എന്ന പ്രതിക്ക് സമാനമായ രീതിയിലുള്ള നിരവധി കുറ്റങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇത് മാത്രമല്ല, നിരവധി സ്ഥലങ്ങളിൽ പെൺകുട്ടികൾക്ക് പീഡനത്തിന് ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. കഴിഞ്ഞ 3 മാസം മുൻപ് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു. അതിന്റെ കാരണക്കാരൻ അഷ്കർ ആണോ എന്നുള്ളതിലേക്ക് പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഏതായാലും ഈ കൊടൂര കൃത്യം ചെയ്ത ഇവനെന്ന് തന്നെ വിളിക്കാൻ ഒരു മാധ്യമധർമ്മത്തിന് ചേർന്ന കാര്യമല്ല. പക്ഷേ ഇവന് ഈ പരമോന്നത കോടതി, സുപ്രീം കോടതി അടക്കമുള്ള കോടതി അന്വേഷിക്കുന്ന പരമാവധി ശിക്ഷ നീതിപീഠം വാങ്ങിക്കൊടുക്കണമെന്നാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്.